So next topic, forms. Okay, forms are used to take input from the user. Okay, നമുക്ക് വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോംസ്. സോ ഫോംസ് ആർ യൂസ്ഡ് ടു ടേക്ക് ഇൻപുട്ട് ഫ്രം ദ യൂസർ. ഓക്കെ, അതിന് ഫോമിലുള്ള ഫോം കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടാഗ് ആണ് ഫോം ടാഗ്. ഫോം ടാഗിന്റെ മെയിൻ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണ്. ഇതിന്റെ മെയിൻ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം, ഫോമിന് നമുക്ക് പേര് കൊടുക്കാം. ആൻസർ അട്രിബ്യൂട്ട് ഈസ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനാ വെച്ചാൽ ഇറ്റ് സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ അല്ലെങ്കിൽ URL ഓഫ് ദ ഫോം ഹാൻഡ്ലർ. നമ്മൾ പറഞ്ഞു യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കും. ആ ഇൻപുട്ട് ആർക്കാണോ കൈമാറേണ്ടത്, ഏത് പ്രോഗ്രാമിനാണോ കൈമാറേണ്ടത്, ആ പ്രോഗ്രാമിന്റെ അത് സെർവറിലാണ് ഉണ്ടാവുക, ആ പ്രോഗ്രാമിന്റെ URL ആണ് കൊടുക്കുക. ഓക്കെ, സോ action attribute is used to specify the URL of the form handler. Okay, specify the URL of the form handler. ഫോമിലുള്ള ഡീറ്റെയിൽസ് ആർക്കാണ് കൈമാറുന്നത്, ആ പ്രോഗ്രാമിന്റെ URL ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ്. ഓക്കെ, അനദർ അട്രിബ്യൂട്ട് ഈസ് മെത്തേഡ്. അതായത് ഈ ഫോമിലുള്ള ഡീറ്റെയിൽസ് ഡാറ്റ നമ്മൾ ഈ ആക്ഷനുള്ള അട്രിബ്യൂട്ടിൽ പറയുന്ന ഒരു പ്രോഗ്രാമിൽ കൈമാറും. ആ കൈമാറുന്ന സ്റ്റൈൽ മെത്തേഡ് എന്നാണ്. രണ്ട് മെത്തേഡിലാണ് കൈമാറുക. ഒന്നുകിൽ ഗെറ്റ് മെത്തേഡ്, another one is post method. Okay, so these three are the main attributes of form tag. Okay, ഇനി ഞാൻ പറഞ്ഞു ഒരു ഫോമിന്റെ ഉള്ളിലുള്ള കുറെ ഫോം കൺട്രോൾസ്, ടെക്സ്റ്റ് ബോക്സ് പോലെ, അതുപോലെ ചെക്ക് ബോക്സ് പോലെ, റേഡിയോ ബട്ടൺ പോലെ, അങ്ങനെയുള്ള ഫോം കൺട്രോൾസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫോമിന്റെ ഉള്ളിലുള്ള ഓരോ കൺട്രോൾസിനെയും നമ്മൾ ഫോം കൺട്രോൾസ് എന്ന് പറയാം. ആ ഫോം കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഫോം ടേക്ക് ഇൻപുട്ട് ഫ്രം ദ യൂസർ. ഓക്കെ, സോ ഫോം ടേക്ക് ഇൻപുട്ട് ഫ്രം ദ യൂസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോം കൺട്രോൾസ്. ഓക്കെ, ആ ഫോം കൺട്രോൾസ് ഏതൊക്കെയാണ് പരിചയപ്പെടാം നമുക്ക്. ഫോം കൺട്രോൾസ്, different controls are, first one, text box. ടെക്സ്റ്റ് ബോക്സ് പറഞ്ഞാൽ നമ്മൾ പേരൊക്കെ നമ്മുടെ പേരൊക്കെ റെഡി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പേരൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സ് ആണ് ടെക്സ്റ്റ് ബോക്സ്. ആൻഡ് വൺ ഈസ് ചെക്ക് ബോക്സ്, പാസ്വേഡ് ബോക്സ്. ഇത് ടെക്സ്റ്റ് ബോക്സ് പോലെ തന്നെയാണ്. ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതിൽ എന്ത് ടൈപ്പ് ചെയ്താലും അത് സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് സിംബൽ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഫോർ പാസ്വേഡ് ബോക്സ്. Third one is checkbox. Okay, നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ളതാണ് ചെക്ക് ബോക്സ്. ഫോർത്ത് വൺ റേഡിയോ ബട്ടൺ. ഓക്കെ, മൾട്ടിപ്പിൾ ഓപ്ഷനിൽ നിന്നും ഒരു സിംഗിൾ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാനുള്ളതാണ് റേഡിയോ ബട്ടൺ. അനദർ വൺ ഈസ് കുറച്ച് ബട്ടൺസ് ഉണ്ട്, അതായത് റീസെറ്റ് ബട്ടൺ. ഇതെന്തിനാന്ന് വെച്ചാൽ ടു ക്ലിയർ ദ ഫോം കണ്ടന്റ്. ഫോമിൽ പറ്റി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ദ റീസെറ്റ് ബട്ടൺ. സിക്സ്ത് വൺ ഈസ് ബട്ടൺ. ബട്ടൺ എന്തിനാ വെച്ചാൽ ടു കോൾ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഇവന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് ബട്ടൺ ഉള്ള ബട്ടൺ. സെവൻത് വൺ ഈസ് സബ്മിറ്റ് ബട്ടൺ. ഈ സബ്മിറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് വി ആർ സബ്മിറ്റിംഗ് ദ ഫോം ഡാറ്റ ടു ദ ഫോം ഹാൻഡലർ. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമിലുള്ള കണ്ടന്റ്സ് എല്ലാം ഫോം ഹാൻഡലറിലേക്ക് എന്ത് ചെയ്യും, കൈമാറും. ഓക്കെ, എയ്ത്ത് വൺ ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് ബോക്സ് പോലത്തെ ഒരു ഐറ്റം ഫോം കൺട്രോൾ ആണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ബോക്സിൽ സിംഗിൾ ലൈൻ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ഏരിയയിൽ മൾട്ടിപ്പിൾ ലൈൻസ്. നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് ബോക്സ്. നെക്സ്റ്റ് വൺ ഈസ് സെലക്ട് ബോക്സ്. ഓക്കെ, സെലക്ട് ബോക്സ് ഇത് സാധാരണ ചെറിയ സ്പേസിൽ മോർ നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നതാണ് ചെക്ക് ബോക്സ്. ഇതിന് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ബോക്സ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഈ ഒരു ലിസ്റ്റ് താഴേക്കൊക്കെ ഡ്രോപ്പ് ഡൗൺ ചെയ്തു. അതിൽ കുറെ ഐറ്റംസ് ഉണ്ടാവും. സോ ഒരു ചെറിയ ഏരിയയിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നതാണ് സെലക്ട് ബോക്സ്. ഓക്കെ, സോ ഇതിൽ ഈ 7 ഐറ്റംസും ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒരേ ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് ഇതൊരു എം ടി ടാഗ് ആണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ടാഗാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്.
ആൻഡ് സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സെലക്ട് ടാഗ്. ഓക്കെ, സെലക്ട് ടാഗ്. സോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിന്റെ മെയിൻ അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് എന്നുള്ള അട്രിബ്യൂട്ട് ആണ്. ടൈപ്പ് ഇവിടെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞു 7 കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ടൈപ്പ് ഉള്ള ഇൻപുട്ട് ടാഗ് ആണ് യൂസ് ചെയ്യാം. അതിൽ ടൈപ്പ് എന്നുള്ള അട്രിബ്യൂട്ടിൽ നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തു ടെക്സ്റ്റ് എന്ന് കൊടുക്കും. ഇനി നമ്മൾ പാസ്വേഡ് ബോക്സ് ആണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് പാസ്വേഡ്. ഓക്കെ, ഇനി ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ചെക്ക് ബോക്സ് തന്നെ ഫുൾ വേണം, ചെക്ക് ബോക്സ്. അതുപോലെ തന്നെ റേഡിയോ ബട്ടൺ ആണെങ്കിൽ ടൈപ്പ് ചെയ്തു റേഡിയോ. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റീസെറ്റ് ബട്ടൺ ആണെങ്കിൽ ടൈപ്പ് ചെയ്തു റീസെറ്റ് കൊടുത്താൽ മതി. ബട്ടൺ ആണെങ്കിൽ ടൈപ്പ് ചെയ്തു ബട്ടൺ. അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ ആണെങ്കിൽ ടൈപ്പ് ചെയ്തു സബ്മിറ്റ്. ഓക്കെ, സോ ടൈപ്പിൽ നിങ്ങൾ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത് അതായിരിക്കും ആ കൺട്രോൾ. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ടാഗ് ആണ്. ടെക്സ്റ്റ് ഏരിയ ടാഗിന്റെ മെയിൻ അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്, എത്ര റോസ്, എത്ര ലൈൻസ് നമുക്ക് ടൈപ്പ് ചെയ്യണം എന്നുള്ള, എത്ര ലൈൻസ് ടൈപ്പ് ചെയ്യണം ഇതിലാണ് സ്പെസിഫൈ ചെയ്യുക. അതുപോലെ തന്നെ കോൾസ്, എത്ര ഒരു ലൈനിൽ എത്ര ക്യാരക്ടർ വരെ ടൈപ്പ് ചെയ്യണം പറയുന്നത് എന്താണ് ഇതിലാണ്. സോ ഇത് രണ്ടുമാണ് ടെക്സ്റ്റ് ഏരിയ ടാഗിന്റെ അട്രിബ്യൂട്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്ട് ബോക്സ്. ഓക്കെ, സെലക്ട് ബോക്സിന്റെ മെയിൻ അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് ആണ്. സൈസ് ഈസ് 1 ആണെങ്കിൽ സെലക്ട് ബോക്സ് ഈസ് എ ലിസ്റ്റ്. കോംബോ ബോക്സ് 1 ആണെങ്കിൽ സെലക്ട് ബോക്സ് ബിക്കം എ കോംബോ ബോക്സ്. മോർ ദാൻ 1 ആണെങ്കിൽ ഇസിക്കൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ this will be the select box is a list box. Okay, select box എന്തായി മാറും, ലിസ്റ്റ് ബോക്സ് ആയി മാറും. ഓക്കെ, അതാണ് നമുക്ക് നോക്കാനാണ്. സോ ഇതാണ് എന്ത് ടൈപ്പ് ഇൻപുട്ട് ടാഗിന്റെ മെയിൻ അട്രിബ്യൂട്ട്. ടൈപ്പ് എന്നുള്ള അട്രിബ്യൂട്ട് ആണ്, അതിൽ കൊടുക്കുന്ന വാല്യൂസ് ആണിത്. ഓക്കെ, അതുപോലെ ടെക്സ്റ്റ് ഏരിയ ടാഗിന്റെ മെയിൻ അട്രിബ്യൂട്ട് റോസ് ആൻഡ് കോളംസ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒന്നാണ് നെയിം നമുക്ക് പറയാം, നെയിം. ഓക്കെ, അതുപോലെ സെലക്ട് ടാഗിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ അട്രിബ്യൂട്ട് സൈസ്. ഓക്കെ, അതുപോലെ നെയിം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഇൻപുട്ട് ടാഗിന്റെ തന്നെ വേറൊരു അട്രിബ്യൂട്ട് നമുക്ക് പറഞ്ഞു, ടൈപ്പ് അട്രിബ്യൂട്ട് പറഞ്ഞു. അനദർ അട്രിബ്യൂട്ട് ഈസ് നെയിം പറയാം നമുക്ക്. വേറൊരു അട്രിബ്യൂട്ട് ആണ് ഇൻപുട്ട് ടാഗിന്റെ വേറൊരു മെയിൻ അട്രിബ്യൂട്ട് ആണ് എന്താണ് സൈസ്. സോറി, സൈസ് അല്ല, വിഡ്ത്ത്. ഓക്കെ, വിഡ്ത്ത്. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം ലെങ്ത്, മാക്സ് ലെങ്ത്, ഇതൊക്കെ ഇതിന്റെ മെയിൻ അട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, മാക്സ് ലെങ്ത് ഇതൊക്കെ നമ്മുടെ മെയിൻ അട്രിബ്യൂട്ട്സ് ആണ്. അപ്പൊ അതിൽ മെയിൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൻഡ് നെയിം ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 2 അട്രിബ്യൂട്ട്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എക്സാമ്പിൾ ആയിട്ട്. നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഇവിടെ നെയിം വേണം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം, നെയിം, അഡ്രസ് വേണം, അതുപോലെ തന്നെ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ. ഓക്കെ, ദെൻ ഒരു റീസെറ്റ് ബട്ടൺ. അത് റീസെറ്റ് ബട്ടൺ ഞാൻ പേര് ക്ലിയർ കൊടുക്കണം, ക്ലിയർ ബട്ടൺ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സബ്മിറ്റ് ബട്ടൺ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ഈ ഫോം ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. HTML ബോഡി ടാഗ് ഫോം നെയിം ഈസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണ്. ഓക്കെ, ഫോം നെയിം ഈസ് ഈക്വൽ ടു 1. ഇനി ഫസ്റ്റ് നെയിം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നെയിം. അപ്പോൾ നെയിം ഞാൻ ജസ്റ്റ് എഴുതി, അതിന് ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്. സോ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഓക്കെ, നെയിം ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുത്തിട്ടുള്ള പേര്. ഓക്കെ, ഇനി അടുത്ത അഡ്രസ്സിന് അടുത്ത ലൈൻ. സോ BR. ദെൻ അഡ്രസ് ആണ് വേണ്ടത്, അഡ്രസ്. ഓക്കെ, നേരെ എന്ത് വേണം, ടെക്സ്റ്റ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ടെക്സ്റ്റ് ഏരിയ റോസ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, 5 ലൈൻ വരെ പ്രിന്റ് ആകുക. ദെൻ കോൾസ്, ഓരോ ലൈനിലും മാക്സിമം ഒരു 25 ക്യാരക്ടർ വരെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ഏരിയ ക്ലോസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും BR, അടുത്ത ലൈൻ BR
നമുക്ക് ജെൻഡർ എന്ന് വരണം. ഓക്കെ, ജെൻഡർ. ഫസ്റ്റ് റേഡിയോ ഇവിടെ ക്രിയേറ്റ് ആണ്. ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ, നെയിം ഇസ് ഈക്വൽ ടു ഞാൻ കൊടുക്കാണ് ജെൻ കൊടുക്കാണ്. ഓക്കെ, ദെൻ വാല്യൂ ഇസ് ഈക്വൽ ടു, അതായത് ആ റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടണം? വാല്യൂ ഇസ് ഈക്വൽ ടു എം. ഓക്കെ, വാല്യൂ ഇസ് എം. ദെൻ അതിന്റെ പുറത്ത് ഈ എം എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ എം ഇവിടെ എഴുതണം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് എന്ത് കിട്ടണമെന്നുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ എം എന്ന് കാണിക്കണമെങ്കിൽ എം. അതുപോലെ അടുത്തത്, അതേപോലെ അടുത്തത്. ഓക്കെ, സോ വീണ്ടും സെയിം ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ, നെയിം ഇസ് ഈക്വൽ ടു ഒരേ പേര് കൊടുക്കണം, കാരണം രണ്ടും ഒരു ഗ്രൂപ്പാണ്. ദെൻ വാല്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് വേണ്ടത് എഫ്, അതിന്റെ അപ്പുറത്ത് എഫ് എന്ന് വരണം. ഇനി അടുത്ത് വീണ്ടും ബി ആർ. ഇനി രണ്ട് ഒരു ക്ലിയർ ബട്ടൺ. ക്ലിയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ അത് റീസെറ്റ് ബട്ടൺ ആണ്. സോ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റീസെറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതിന്റെ മേലെ എന്താണ് ക്ലിയർ? അത് വാല്യൂ ഇസ് ഈക്വൽ ടു, അതിന്റെ മേലെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ക്ലിയർ ആണ്. ക്ലിയർ. ദെൻ അതിന്റെ നേരെ അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു സബ്മിറ്റ് എന്നോ എന്തെങ്കിലും കൊടുക്കാം. സബ്മിറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു സബ്മിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ബാക്കി ഇങ്ങോട്ട് എഴുതാണ്. ഈ ഫോം ക്ലോസ് ചെയ്തു, അത് കഴിഞ്ഞാൽ ബോഡി ക്ലോസ് ചെയ്തു, then HTML ക്ലോസ് ചെയ്തു. സോ ദിസ് ഇസ് ദ ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പം നെയിം നേടി അതിനപ്പുറത്ത് ഒരു ഇൻപുട്ട്. ഓക്കെ, ഇവിടെ ബി ആർ ഇല്ലാത്തതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബോക്സ് നേരത്തെ വരിക. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നെയിം ഇസ് എൻ. ഓക്കെ, പിന്നെ അഡ്രസ് അടുത്ത ലാംഗ്വേജ് ബി ആർ, അഡ്രസ് എന്ന ടെക്സ്റ്റ് ഏരിയ ആണ്. പിന്നെ ജെൻഡർ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്രിയേഷൻ ഓഫ് എ ഫോം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് ഫോംസ്. പിന്നെ സോ ഫോംസ് എന്തിനുള്ള ടു ടേക്ക് ഇൻപുട്ട് ഫ്രോം ദ യൂസർ. അത് തന്നെ ഫോമിന്റെ ഉള്ളിലുള്ള ഫോം കൺട്രോൾസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, യൂസർ ഇൻപുട്ട് എടുക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോംസ്. താങ്ക് യു.